ഞാൻ വൂളൻ നൂലിനെ കൊണ്ട് ചെയ്തെടുത്ത ഒരു റൗണ്ട് നെക്ക് ഡിസൈനാണിത്. ഈ നെക്ക് ഡിസൈൻ ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്നുള്ള വിധം കാണിച്ചു തരാം. ഞാൻ ഇന്നൊരു നെക്ക് ഡിസൈൻ തയ്ക്കാൻ വേണ്ടിയിട്ടില്ല. ഈ കളറിലെ മഞ്ഞ കളറിലെ നൂലുകളാണ് എടുത്തേക്കുന്നത്. ഈ നൂലെടുത്തിട്ടാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയിനിട്ട്, അപ്പോൾ ഞാൻ എടുത്ത ഈ കളർ നൂലുകൊണ്ട് അടിക്കുന്നത്. അത് മാറ്റി വയ്ക്കാം. ഈ കളർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇതാ ചെയിനിടണം ആദ്യം. എത്ര ചെയിൻ ഈ ഇപ്പം ഞാൻ മിക്കവാറും ഒരു മീഡിയം ടൈപ്പ് നെക്കിന് 130 ചെയിനിട്ടിട്ടാണ് ചെയ്യുന്നത്. അത് നല്ല കറക്റ്റായിരിക്കും. അതേമാതിരി അതിനെക്കൊണ്ട് എപ്പോഴും നമുക്ക് ഇതിന് 130 ചെയിനിട്ട് വയ്ക്കാം ആദ്യം. ഉണ്ട് 130 ചെയിനിട്ട് വയ്ക്കാം. ഞാൻ ചെയിനിട്ട് വെച്ചിട്ടുണ്ട്. ഈ ചെയിനിൻ്റെ ഓരോ ചെയിനിൻ്റെ അകത്തു നിന്ന് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഇതേമാതിരി ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങനെ ഈ അറ്റം വരെ ഈ ലൈനിൻ്റെ ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തു. ഉണ്ടോ? ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുക? അടുത്ത സ്റ്റെപ്പ് ഡബിൾ ക്രോഷ്യ ചെയ്ത്, അപ്പോൾ 3 ചെയിനിടുക, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് പിന്നെ അടുത്തതിനകത്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത്, അടുത്ത ചെയിനിൻ്റെ അകത്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത്, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. അപ്പോൾ അവിടെ 3 ഡബിൾ ക്രോഷ്യ ആയി. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? 4ാമത്തെ ചെയിനിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഒരു ചെയിനിൻ്റെ മുകളിൽ തന്നെ. എന്നാലും ഇത് റൗണ്ട് ഷേപ്പിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ഇത് കിട്ടില്ല. ചെയ്തെടുത്തു. കണ്ടോ? 4ാമത്തെ. ഇനി അടുത്ത 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഓരോ ചെയിനിൻ്റെ മുകളിൽ നിന്ന് 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു. വീണ്ടും 4ാമത്തേൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കും. മൂടി കുടുങ്ങുന്നുണ്ട്. ഇതേമാതിരി 3 ഡബിൾ ക്രോഷ്യ, പിന്നെ വീണ്ടും 2, അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തത് വരെ കൊണ്ടുവരണം. അതുവരെ ഞാൻ ഒരു റൗണ്ടിലായിട്ട് ഡബിൾ ക്രോഷ്യയിൽ ചെയ്തെടുക്കുക. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ വരും. ഇനി അടുത്ത വേറെ കളർ കൊണ്ട് കൊടുക്കുക. ഈ കളറാണ് കൊടുക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ഈ സിംഗിൾ ക്രോഷ്യ ഈ ചെയിനിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ട് ഇത് ജോയിൻ്റ് ആക്കുക. ഉണ്ടോ? ജോയിൻ്റ് ആക്കി. ഇനി 4 ചെയിനിടുക. 1 2 3 4 ചെയിനിട്ടിട്ട് ഈ ഇതല്ല, ഇവിടെ 4 ഒഴിവാക്കിയിട്ട് 5ാമത്തേൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇതേമാതിരി. ഇനി വീണ്ടും 4 ചെയിനിടുക. 4 ചെയിനിട്ടിട്ട് ഇതിൻ്റെ 5ാമത്തേൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കുക.
ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ്. ഇനി 4 ചെയിനിടുക, ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയിനിട്ട് കൊണ്ടുവരണം. ഇതുവരെ ചെയിനിട്ട് കൊണ്ടുവരണം, എന്നിട്ട് ചെയ്യുക ബാക്കി. അതേമാതിരി ഞാൻ ചെയിനിട്ടെടുത്തുകൊണ്ട് അടുത്ത ചെയ്യുന്ന വിധം അടുത്ത റൗണ്ടിൽ ഇവിടെ അങ്ങനെ നമ്മൾ ജോയിൻ്റ് ആക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് 3 ചെയിനിടുക. 3 ചെയിനിടുമ്പോൾ ഒരു ഡബിൾ ക്രോഷ്യയില്ലേ, ഇതേമാതിരി 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെയാണ്. 2 3 7 ചെയ്യണം, ശരി. 3 4 5 6 7 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് 7 ഡബിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ ശേഷം ഈ ഇവിടുത്തെ അടുത്ത ചെയിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതേമാതിരി വന്ന് അടുത്ത ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അടുത്തതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ. അതേമാതിരി പിന്നെയും വീണ്ടും 7 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ 3 എണ്ണമായിട്ടാണ്, 4 എണ്ണം ചെയ്തെടുക്കണം. 5 എണ്ണമായി. 7 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക, ജോയിൻ്റ്. പിന്നെ വീണ്ടും ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഈ ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് കൊണ്ടുവരും. അങ്ങനെ 7 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുത്ത് കൊണ്ടുവരണം. അതേമാതിരി ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ മാതിരി ഇതേമാതിരി. ഇനിയിപ്പോൾ ഈ കളർ മാറ്റിയിട്ട് വേറെ കളർ കൊടുക്കുക. ഈ മെറൂൺ കളർ, ബ്രൗൺ കളർ കൊടുക്കുക. അടുത്ത കളർ കൊടുക്കുന്ന സമയത്ത് എന്താ ചെയ്യുക വെച്ചാൽ ചെയ്തെടുത്തിട്ട് ഇവിടെയല്ല ഇപ്പോൾ അവസാനിപ്പിച്ച്. അപ്പോൾ ഈ ഇതിൻ്റെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ വെച്ചിട്ട് ചെയ്യുക. നടുക്കലായിട്ട് വരത്തൊക്കെ വിധത്തിൽ ചെയിനിടുക. 1 2 3 4 ചെയിനിട്ട് എടുത്തു. 4 ചെയിനിട്ട് ധവളത്തിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ ആക്കുക. അത് കഴിഞ്ഞിട്ട് 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. ഒരു 4 ചെയിന്, പിന്നെ 2 ചെയിന്, പിന്നെ 4 ചെയിനിടുക. 4 ചെയിനിട്ട് 4 ചെയിനിട്ടിട്ട് അതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും 3 ചെയിനിടുക. 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. പിന്നെയും വീണ്ടും 4 ചെയിനിടുക. 1 2 3 4 ചെയിനിടുക. 4 ചെയിനിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. പിന്നെ 2 ചെയിനിടുക. 2 ചെയിനിട്ടിട്ട് ഇവിടെ ജോയിൻ്റ് ആക്കുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് കൊണ്ടുവരണം. ഇതേമാതിരി വരും. ഇതേമാതിരി വന്നിട്ട് ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവരും. അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തുകൊണ്ട് ഒരു 4
ചെയിന്, പിന്നെ 2 ചെയിൻ അങ്ങനെ വെച്ച് ഒരു റൗണ്ട് ഫുള്ളായിട്ട് തയ്ച്ചെടുത്തു. പിന്നെ അടുത്ത റൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇതവിടെ ഈ 4 വെച്ചാൽ 4 ചെയിൻ ഇട്ടാൽ ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, അത് ചെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 6 ഡബിൾ ക്രോഷ്യ ടോട്ടൽ ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ 6 ചെയ്തെടുക്കുക. അതിൽ തന്നെ 6 ഡബിൾ ക്രോഷ്യ. എന്നിട്ട് ഈ ചെറിയ ഒരു 2 ചെയിൻ ഇട്ട് അതിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഉണ്ടോ? സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി. അപ്പം അങ്ങനെ വന്നിട്ടുണ്ട്. അടുത്തത് അവിടെ രണ്ടാമത്തതിൻ്റെ മുകളിൽ 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 6 ഡബിൾ ക്രോഷ്യ വെള്ളം ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഈ 2 ചെയിൻ ഇട്ടതിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് അപ്പോൾ അതേമാതിരി വേണം. ഇനി അടുത്തതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. അടുത്തതിൻ്റെ മുകളിൽ അതേമാതിരി തന്നെ 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തുകൊണ്ട് വരണം. ഇതുവരെ ചെയ്തെടുത്തുകൊണ്ട് വരണം. ഇതുവരെ ഇത്രയും നേരം തയ്ച്ചെടുക്കുന്ന സമയത്ത് ഇതേമാതിരി കാണാനായിട്ട്. ഇനി അടുത്ത ചെയ്യുന്നത് അടുത്ത ഞാൻ വേറൊരു കളർ നൂലുകൊണ്ടാണ് തയ്ച്ചെടുക്കുന്നത്. ഇത് ഈ വെള്ള കളറുള്ള നൂലുകൊണ്ടാണ് തയ്ച്ചെടുക്കുന്നത്. വൈറ്റ് ഷെയ്ഡ് വരുന്ന നൂലുകൊണ്ട് ഒറ്റ കളറൊന്നുമില്ല. അവിടുന്ന് തുടങ്ങാം. നമുക്ക് ഈ വൈറ്റ് കളർ കൊണ്ട് തുടങ്ങാം. ഈ കളർ കൊണ്ട് ഇവിടുന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കണ്ടേ, ഈ വക്കത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം ഒരു ഇതിട്ട് അതിൽ സിംഗിൾ ക്രോഷ്യ ചെയ്ത് പിന്നെ 5 ചെയിനിടുക. 2 3 4 5 ചെയിനിട്ടു. 5 ചെയിനിട്ടിട്ട് ഇവിടുത്തെ ഈ രണ്ടാമത്തേൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊടുത്തു. പിന്നെ 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് അടുത്തതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. പിന്നെ വീണ്ടും 2 ചെയിനിടുക. ചെയിനിട്ട് പിറ്റേത്തതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് അങ്ങനെ വന്നുകൊണ്ട് ഇനി അടുത്ത പിന്നെ 5 ചെയിനിടുക. 2 3 4 5 ചെയിനിട്ട് 5 ചെയിനിട്ട് ഈ വക്കത്തിൻ്റെ മുകളിൽ ഈ അറ്റത്തിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊടുക്കുന്നത്. ഇതേമാതിരി വരണം. വീണ്ടും 2 ചെയിന് ഒരു 5 ചെയിൻ അങ്ങനെയാണ് ഇടുന്നത് കേട്ടോ. 2 ചെയിനിടുക. 2 ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി. പിന്നെയും വീണ്ടും 2 ചെയിനിടുക.
സിംഗിൾ ക്രോഷ്യ എടുത്ത് ജോയിൻ്റ് ആക്കുക. ഇനി 5 ചെയിൻ ഇടുക. കണ്ടത് 2 ചെയിൻ വന്നതിന് ശേഷം 5 ചെയിൻ ഇടുക. 1 2 3 4 5 ചെയിൻ ഇട്ടിട്ട് ഇവിടെ ജോയിൻ്റ് ആക്കുക. അങ്ങനെ ഇതേപോലെ പിന്നെ 2 ചെയിൻ, അങ്ങനെ ഈ ഇത് ഫുള്ളായിട്ട് ഈ റൗണ്ടിൽ ഇതുവരെ ചെയ്തുകൊണ്ടാണ്. ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ഞാൻ റൗണ്ടിൽ ഫുള്ളായിട്ട് തയ്ച്ചെടുത്തു. 5 ഡബിൾ ക്രോഷ്യ, പിന്നെ 2 ചെയിൻ, അങ്ങനെ 5 ചെയിന്, പിന്നെ 2 ചെയിൻ, അങ്ങനെയായിട്ട് ഫുള്ളായിട്ട് ഞാനത് അതേവരെ തയ്ച്ചെടുത്തു. അടുത്ത ചെയ്യുന്നതില്ല. അടുത്ത സ്റ്റെപ്പ് ഈ ഇവിടുന്നാണല്ലോ നമ്മൾ വലിയ 5 ഡബിൾ ക്രോഷ്യ എടുക്കുന്ന ചെയ്യുക. ഇവിടുന്നത് ഒരു ചെയിൻ ഇട്ടു, അപ്പോൾ അതൊരു ഡബിൾ ക്രോഷ്യ. ഇതേമാതിരി 8 ഡബിൾ ക്രോഷ്യ ഇതിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കണം. 1 രണ്ടാമത്തെ 5 3 4 5 6 7 8 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തതല്ല. 8 ഡബിൾ ക്രോഷ്യ എടുത്ത് ഇനി ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആണ്. വീണ്ടും 3 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഈ അടുത്തതിൻ്റെ മുകളിൽ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. ഇതേമാതിരി വന്നു. ഇനി ഒരു ചെയിൻ ഇട്ട് ഇതിൻ്റെ മുകളിൽ ഈ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ അല്ല, ഈ 5 ചെയിനിൻ്റെ മുകളിൽ നിന്ന് 8 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. 1 2 3 4 5 2 6 7 8 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നത്. 8 ഡബിൾ ക്രോഷ്യ ഇവിടെ ചെയ്തെടുത്ത് കണ്ടോ. വീണ്ടും ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ ആക്കുക. ഇതേമാതിരി ഉണ്ടാകുന്നുണ്ട്. പിന്നെ വീണ്ടും 2 ചെയിനിൻ്റെ 3 ചെയിൻ ഇട്ടിട്ട് ഇവിടെ ജോയിൻ്റ് ആക്കിയത്. ഇനി ഇവിടെ രണ്ടാമതും ഒരു ചെയിൻ ഇട്ടിട്ട് അവിടെ 5 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് അങ്ങനെ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി 8 ഡബിൾ ക്രോഷ്യ, പിന്നെ 2 അങ്ങനെ ചെയ്തെടുത്തുകൊണ്ട് റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തുകൊണ്ടാണ്. അതേമാതിരി ഞാൻ ഫുള്ളായിട്ട് തയ്ച്ചെടുത്തുകൊണ്ട് പെട്ടെന്നാണ് വെച്ചത്. അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ഈ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇതും കൂടെ കഴിഞ്ഞാൽ ഈ നെക്ക് ഡിസൈനിൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ അതവിടെ ജോയിൻ്റ് ആക്കിയത് അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇടുക. പിന്നെ അത് കഴിഞ്ഞ് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇട്ടിട്ട് ഓരോന്നിൻ്റെ മുകളിൽ നിന്ന് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കും. ഒരു ചെയിന് ഒരു ഡബിൾ ക്രോഷ്യ അങ്ങനെ ചെയ്തെടുത്താൽ
ഞാനതുപോലെ ചെയ്തെടുത്തോണ്ട് ഈ അടുത്ത് എന്താ ചെയ്യുക വെച്ചാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ചെയിൻ ഇട്ടിട്ട് ഇവിടെ നമ്മൾ ചെയിൻ ഇട്ട് വെച്ച് 3 ചെയിൻ ഇട്ട് വെച്ച് അതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി അപ്പോൾ അതേമാതിരി വന്നു. ഇനി അടുത്തതാ ഇവിടുത്തെ ഈ ഡബിൾ ക്രോഷ്യ ഉള്ളത് ഒരു ചെയിൻ ഇട്ടിട്ട് ഈ ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ചെയിനില്ല വീണ്ടും ഇതിൻ്റെ മുകളിൽ നിന്ന് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുന്നുണ്ട്. അതേമാതിരി റൗണ്ടിൽ ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വരെ എത്തി കണ്ടോ. ഇനി അടുത്ത ഒരു ചെയിൻ ഇട്ടിട്ട് ഈ നടുക്കിൽ നമ്മൾ ചെയ്ത് വെച്ചതിൻ്റെ മുകളിൽ ജോയിൻ്റാക്കി ഇതേമാതിരി ഈ റൗണ്ട് കണ്ട് അങ്ങനെ വന്നു. ഇതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. ഈ നെക്ക് ഡിസൈൻ്റെ വർക്ക് ഇത് അവിടെ കഴിഞ്ഞു. ഈ നെക്ക് ഡിസൈൻ കാണാൻ അതേമാതിരി ഉണ്ട്.